കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമും മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്നവരും അവനെ നന്നാക്കാൻ തീരുമാനിച്ചു കൂടെ നടന്നവനാണല്ലോ. ഇന്നലെ വരെ കൂടെ നടന്നവന് പെട്ടെന്ന് വഴിതെറ്റി പോകുമ്പോൾ അവനെ ഒന്ന് ഉപദേശിക്കണമല്ലോ, അവനെ നന്നാക്കണമല്ലോ. അങ്ങനെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ ولا تنسى نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. കാറൂൻ ഒരുപാട് സമ്പത്ത് കിട്ടുകഴിഞ്ഞപ്പോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടക്കുന്നത് കണ്ടപ്പോ മൂസാ നബിയും തന്റെ അനുയായികളും അവനെ ഉപദേശിക്കുകയാണ്. പടച്ചറപ്പ് നിനക്ക് നൽകിയതാണ്, നിനക്ക് പരലോക ചിന്തയില്ലേ, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലേ, നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണെന്നുള്ള ചിന്ത നിനക്കില്ലേ, അല്ലാഹുവല്ലേ നിനക്കിത് തന്നത്, ഇതിന്റെ ഒരു ഓഹരി പാപങ്ങൾക്ക് കൊടുത്തുകൂടെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൂടെ, നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചുകൂടെ, എന്തിനാണ് നിനക്ക് റബ്ബ് തന്നത് മുഴുവനും നീ ഇങ്ങനെ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ ചിലവഴിക്കുന്നത്? എന്തിനാണ് നീ ദുനിയാവിലെ കുഴപ്പമുണ്ടാക്കുന്നത്? മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് കാറൂനിനെ ഉപദേശിക്കുമ്പോ അല്ലാഹുവേ അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇത് ഞാനുണ്ടാക്കിയ സമ്പത്താണ്. പടച്ചവനെ ഒരാള് പറയുന്നതും അവന് കേൾക്കുന്നില്ല. അവൻ അഹങ്കാരം കൂടുകയാണ്, അവര് പാവപ്പെട്ടവരെ പുച്ഛത്തോടെ കാണുകയാണ്. അല്ലാഹുവേ അവന്റെ സമ്പത്തിന്റെ ആർത്തി കാരണം, ആ സമ്പത്ത് അധികരിച്ചത് കാരണം ഒരു അഹങ്കാരിയെ പോലെ ധിക്കാരിയെ പോലെ ഒരാളുടെയും വാക്ക് കേൾക്കാതെ പടച്ചവൻ അവനിങ്ങനെ ദീപിക്കുകയാണ്. അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് നടക്കുകയാണ്. കാറൂൻ ഒരു നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉപദേശിച്ചവരാ, ഇവനൊന്ന് നന്നാകട്ടെ, ഇവൻ പണമുള്ളവനല്ലേ, ഇത് കിട്ടിയാൽ ഒരുപാട് പേർക്ക് ഉപകാരമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എല്ലാവരും അവനെ ഉപദേശിക്കുന്നത്. അതാ കാറൂനിനോട് പറയുന്നു, ഈ പണം മുഴുവനും നിനക്ക് തന്നത് റബ്ബാണ്. കാറൂൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ അറിവും എന്റെ കഴിവും കൊണ്ട് മാത്രമാണ് ഇതെനിക്ക് കിട്ടിയത്, അല്ലാതെ പടച്ചറബെനിക്ക് തന്നതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അവിടെന്ന് പറയുകയാണ്, അവൻ ഉപദേശിക്കുന്നവരോട് മുഴുവനും അവനെ വാദിക്കുകയാണ്. അവരോട് മുഴുവനും പറയുന്നു, ഇത് എന്റെ കഴിവ് കൊണ്ടുണ്ടാക്കിയതാണ്.